നമസ്കാരം. ശബരിമല സന്നിധാനത്തെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കപ്പെട്ടുവെന്ന അതീവ ഗൗരവതരമായിട്ടുള്ള ആരോപണം കേരളത്തിന്റെ ഭരണരാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു പ്രാദേശിക വിവാദമായി ഈ വിഷയത്തെ ഒതുക്കി തീർക്കാനായിട്ട് ഭരണകൂടം ശ്രമിച്ചുവെങ്കിലും നാൾക്കുനാൾ പുറത്തുവരുന്ന തെളിവുകൾ അന്വേഷണത്തിന്റെ ദിശ മാറ്റുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഡിജിറ്റൽ തെളിവുകളും സാക്ഷിമൊഴികളുമൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി തന്നെ മാറിക്കഴിഞ്ഞു. ഭരണപക്ഷത്തെ പ്രമുഖർക്ക് ഈ കൊള്ളയിൽ പങ്കുണ്ടെന്ന ആരോപണം ശക്തമാകുമ്പോൾ സംസ്ഥാനത്തെ ക്രമസമാധാന സംവിധാനങ്ങൾ എത്രത്തോളം നിഷ്പക്ഷമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നത് പൊതുസമൂഹം ഉറ്റുനോക്കുന്ന പ്രധാനമായ ഒരു ചോദ്യമാണ്. മുൻ ദേവസ്വം മന്ത്രിയും നിലവിൽ കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ മുന നീളുന്നത്. ശബരിമലയിൽ വർഷങ്ങളായി ആധിപത്യം പുലർത്തിയ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അദ്ദേഹത്തിനുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിനെ സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് സർക്കാരിനെ തന്നെ ഇപ്പോൾ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഔദ്യോഗിക ബന്ധങ്ങൾ മാത്രമാണുള്ളതെന്ന മുൻ മന്ത്രിയുടെ വാദങ്ങളെ തിരുത്തുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലും മറ്റുമൊക്കെയായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശനം നടത്തിയതിൻ്റെ തെളിവുകൾ പോലും പുറത്തു വന്നിട്ടുണ്ട്. മുൻ MLA രാജു എബ്രഹാം ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യവും പത്തനംതിട്ട ജില്ലയിലെ ഉന്നത CPM നേതൃത്വത്തിൻ്റെ പങ്കും ഈ അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവാകാനുള്ള സാധ്യതയുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ UDF കൺവീനർ അടൂർ പ്രകാശും ആരോപണങ്ങളുടെ നിഴലിലാണ്. മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് വർഷങ്ങളായുള്ള ആത്മബന്ധമുണ്ടെന്ന CPM ആരോപണം ഗൗരവമുള്ളതാണ്. തൻ്റെ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്നതിനപ്പുറമായിട്ട് പോറ്റിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അദ്ദേഹം വാദിക്കുമ്പോഴും സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചു എന്ന ആരോപണം രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ചയാകുന്നു. രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ വസതിയായിട്ടുള്ള 10 ജൻപത്തിലേക്ക് ഒരു സ്വകാര്യ വ്യക്തിക്ക് എളുപ്പത്തിൽ പ്രവേശനം ലഭിച്ചതിന് പിന്നിൽ അടൂർ പ്രകാശിൻ്റെ സ്വാധീനമുണ്ടോ എന്ന ചോദ്യമാണ് CPMും BJPയും ഇപ്പോൾ ആരോപിക്കുന്നത്. താൻ ക്ഷണിക്കപ്പെട്ട അതിഥി മാത്രമായിരുന്നുവെന്ന അടൂർ പ്രകാശിൻ്റെ നിലപാട് എത്രത്തോളം നിയമപരമായിട്ട് നിലനിൽക്കുമെന്നത് ഇനി കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ ഭരണപരമായിട്ടുള്ള സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ഇത്രയും വലിയൊരു സ്വർണ്ണക്കൊള്ള നടക്കുക എന്നത് അസാധ്യമാണ്. ശബരിമലയിലെ മുൻ തന്ത്രി കണ്ഠര് രാജീവരുടെ അറസ്റ്റ് അത് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു. ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും വെള്ളപൂശാൻ വേണ്ടി തന്ത്രിയെ ബലിയാടാക്കുന്നുവെന്ന ആരോപണം വിശ്വാസികൾക്കിടയിൽ പോലും ഇപ്പോൾ വലിയ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. സ്വർണത്തിൻ്റെ അളവ് തിട്ടപ്പെടുത്തുന്നതിലും അത് മിനിറ്റ്സ് ബുക്കിലൊക്കെ രേഖപ്പെടുത്തുന്നതിലും ബോർഡ് അംഗങ്ങൾക്ക് സംഭവിച്ച വീഴ്ചകൾ ആസൂത്രിതമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദേവസ്വം മന്ത്രിയും ബോർഡ് ഭാരവാഹികളും അറിയാതെ സന്നിധാനത്തെ സ്വർണ്ണ ഉരുപ്പടികളിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല എന്ന വസ്തുത അത് സർക്കാരിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. നിലവിലെ അന്വേഷണ ഏജൻസിയായിട്ടുള്ള SITയുടെ പരിമിതികളെക്കുറിച്ചും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിനെക്കുറിച്ചുമൊക്കെ തന്നെയുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. സ്വർണ്ണക്കൊള്ളയിൽ അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്നും അതിനാൽ CBI അന്വേഷണം വേണമെന്നും തന്ത്രി സമാജം ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ ആവശ്യപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ കേസിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു ചാർജ് ഷീറ്റോ FIRO ഉണ്ടാകുന്നത് CPMനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക. BJPയെ സംബന്ധിച്ചിടത്തോളം ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം വീണ് കിട്ടിയ ഈ സുവർണ അവസരം പരമാവധി അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെടുത്താനാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നീക്കം. സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചാൽ അത് കേരളത്തിലെ ഭരണ നേതൃത്വത്തിൻ്റെ ഉറക്കം കെടുത്തുമെന്ന കാര്യം ഉറപ്പാണ്. അടുത്ത 3 മാസങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ അതീവ നിർണായകമാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ വെറും ചെമ്പുപാളികളാക്കി മാറ്റിയതിന് പിന്നിൽ പ്രവർത്തിച്ച ദൈവതുല്യരായിട്ടുള്ള ആ ഉന്നതർ ആരാണ് എന്നത് വളരെ വൈകാതെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ മൂലം അന്വേഷണം മന്ദഗതിയിലാക്കാനായിട്ട് ശ്രമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിലും കർശനമായിട്ടുള്ള നിരീക്ഷണം അന്വേഷണ സംഘത്തിന് ഏറെ വെല്ലുവിളിയാകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് അറസ്റ്റിലായിട്ടുള്ള ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ തുറന്നു പറയുന്ന ഓരോ രഹസ്യവും കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. വിശ്വാസത്തെയും നീതിയെയും ഒരുപോലെ വഞ്ചിച്ച ഈ കൊള്ളയുടെ യഥാർത്ഥ സൂത്രധാരന്മാർ നിയമത്തിന് മുന്നിൽ വരുന്നതുവരെ കേരളം ഈ പോരാട്ടം തുടരുമെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്.